Workers Union. KSKTU Zindabad. KSKTU Zindabad. പാവപ്പെട്ട ജനലക്ഷങ്ങൾക്ക് താങ്ങായുള്ളൊരു പദ്ധതിയെ തൊഴിലുറപ്പ് പദ്ധതിയെ വെട്ടിക്കൊല്ലാൻ നിയമം തീർത്ത നരേന്ദ്രമോദി സർക്കാര് തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെയും NREG വർക്കേഴ്സ് യൂണിയന്റെയും നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. പദ്ധതിയെ ഇല്ലാതാക്കുന്ന പുതിയ നിയമങ്ങൾ ഉടൻ പിൻവലിക്കണമെന്ന് മാർച്ചിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. പരിപാടിയുടെ ഉദ്ഘാടനം KSKTU ജില്ലാ ട്രഷറർ KP ശങ്കരൻ നിർവഹിച്ചു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ ശക്തമായ പോരാട്ടം തുടരുമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. MNREG എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്രത്തിൻ്റെ തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ നാട്ടുമ്പുറത്തെ, കേരളത്തിലെ അല്ല ഇന്ത്യ രാജ്യത്തിലെ ആകെ നാട്ടുമ്പുറത്തെ ജനങ്ങളുടെ ഏറ്റവും ആശാവഹമായിട്ടുള്ളൊരു തൊഴിലുറപ്പ് പദ്ധതിയായിരുന്നു. ഉപജീവനത്തിന് പാവപ്പെട്ട ആളുകൾ ആശ്രയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ പുതിയ നിയമനിർമ്മാണം നടത്തിയിരിക്കുകയാണ്. പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധിയുടെ പേരിലാണ് ഈ പദ്ധതി എന്നുള്ളതാണ്. ഗാന്ധിയുടെ പേര് മാറ്റി റാം പദ്ധതി എന്ന പേരിലൊരു പദ്ധതിയിലേക്ക് മാറ്റുകയാണ്. ഞങ്ങൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ റാം പദ്ധതി എന്ന് പറയുന്നത് ഗാന്ധിജിയിൽ നിന്ന് നാഥൂറാം വിനായക് ഗോഡ്സെയിലേക്കുള്ള മാറ്റമായിട്ടാണ് ഞങ്ങൾ കാണപ്പെടുന്നത്. ആ രീതിയിൽ പദ്ധതിയുടെ പേര് മാറുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും അപകടകരമായ ഒരു കാര്യം, ഈ പദ്ധതിയിൽ ഇതുവരെയുള്ള നിയമനിർമ്മാണത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നത് 100 ദിനം മിനിമം തൊഴിൽ കൊടുക്കണമെന്നുള്ളത് ആ പദ്ധതിയിലെ നിയമത്തിൽ എഴുതി ചേർത്തതായിരുന്നു. അങ്ങനെ വരുമ്പോൾ തൊഴിലുറപ്പ് എന്ന് പറയുന്നത് നാട്ടുമ്പുറത്തെ ആളുകളുടെ ഒരു അവകാശമായിട്ട് മാറുകയാണ്. ആ നാട്ടുമ്പുറത്തെ ആളുകളുടെ അവകാശമായിട്ട് മാറുന്ന തൊഴിലുറപ്പ് എന്ന് പറയുന്ന പദ്ധതിയെ പൂർണ്ണമായി നിരാകരിക്കുന്ന രീതിയിലേക്ക് മിനിമം തൊഴിൽ കൊടുക്കുക എന്നുള്ള നിയമം അത് എടുത്തു കളയുകയാണ്. വലിയ പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ അത്ര തൊഴിൽ കൊടുക്കുമെന്നൊക്കെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നുള്ളതിനപ്പുറത്തേക്ക് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നിയമം മാറ്റുകയാണ്. പൂർണ്ണമായും അത് ഇത്ര തൊഴിൽ കൊടുക്കണമെന്ന നിയമത്തിൽ നിന്ന് മാറുകയാണ്. അതിൻ്റെ ഭാഗമായി ഈ പദ്ധതി അട്ടിമറിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനെതിരായി അതിശക്തമായ പ്രതിഷേധമാണ് രാജ്യത്ത് ഉയർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് KSKTUവിൻ്റെയും NREG വർക്കേഴ്സ് യൂണിയൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് വളാഞ്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് ഈ മാർച്ച് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ KP നാരായണൻ അധ്യക്ഷത വഹിച്ചു. N വേണുഗോപാൽ, C വിജയകുമാർ, TPM സൈനുദ്ദീൻ, M ഗണേഷ്, KP പവിത്രൻ, TP രഘുനാഥ് എന്നിവർ സംസാരിച്ചു. വൻ ജനപങ്കാളിത്തത്തോടെയായിരുന്നു പ്രതിഷേധ മാർച്ച് നടന്നത്. നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിലും ഓരോരുത്തരുമൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ നാടിൻ്റെ സാമ്പത്തിക കരുത്തായി മാറിയ തൊഴിൽ മേഖലയാണ് തൊഴിലുറപ്പ് മേഖല. ഇടതുപക്ഷത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം, ഇടതുപക്ഷത്തിൻ്റെ സമ്മർദ്ദപ്രകാരം അന്നത്തെ UPA ഗവൺമെൻറ് നടപ്പിൽ വരുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി. കേന്ദ്ര ഗവൺമെന്റ് വിചാരിക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു കേട്ട് അങ്ങോട്ട് പോകുന്ന ഗ്രാമസഭയല്ല ഈ രാജ്യത്ത് നടക്കുക. മറിച്ച് നിങ്ങൾ കാണിച്ച ഈ കൊടും ക്രൂരതയെ, കൊലപാതകത്തെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പ്രതിഷേധ സ്വരമാണ്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. BSc ഒപ്റ്റോമെട്രി ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇതൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് കോഴ്സും കൂടിയാണ്. ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണ്. അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു, എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു. We are very happy to be the part of Al Salama Optometry College.